ശ്രീ ഗുരുവായൂരപ്പൻ്റെ വാതരോഗിയെ ഓടിച്ച ഒരു കഥ കേട്ടു നോക്കിയാലോ. ഒരിക്കൽ ഉറിയമഠം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നു, എന്നാൽ കടുത്ത പിശുക്കനുമായിരുന്നു. അദ്ദേഹം വാതരോഗ പീഡിതനായി തീർന്നു. രോഗം മാറിയാൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കാമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം സാമാന്യം വലിയൊരു സംഖ്യ ഒരു കിഴിയിലാക്കി കെട്ടി കയ്യിലെടുത്ത് ഒരു മഞ്ചലിൽ കയറി ഗുരുവായൂരിലെത്തി. നടക്കാൻ പോലും വിഷമിച്ചിരുന്ന അദ്ദേഹം കുളക്കടവിൽ ചെന്ന് പണക്കിഴി കരയിൽ വെച്ച് കുളിക്കാനിറങ്ങി. ഈ അവസരത്തിൽ വളരെ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ മകളെ വേളി കഴിപ്പിച്ചു കൊടുക്കുവാൻ വഴിയില്ലാതെ ഭഗവാനെ മാത്രം ശരണം വിശ്വസിച്ച് ഗുരുവായൂരിൽ ഭജിക്കാൻ എത്തിയിരുന്നു. അദ്ദേഹം രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി. പിറ്റേ ദിവസം ഒരു നിശ്ചയ സമയത്ത് കുളക്കടവിൽ ചെന്നാൽ ഒരാൾ പണക്കിഴിയും കരയിൽ വെച്ച് കുളിക്കാനിറങ്ങുന്നത് കാണാമെന്നും ആ പണക്കിഴിയും എടുത്ത് ഓടി രക്ഷപ്പെട്ടു കൊള്ളാമെന്നുമായിരുന്നു സ്വപ്നം മുഖേന ഗുരുവായൂരപ്പൻ നൽകിയ നിർദ്ദേശം. പിറ്റേ ദിവസം അദ്ദേഹം നിശ്ചിത സമയത്ത് കുളക്കടവിൽ ചെന്നപ്പോൾ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ഒരാൾ ഒരു കിഴിയും കരയ്ക്ക് വെച്ച് കുളിക്കാൻ ഇറങ്ങുന്നത് കണ്ടു. അദ്ദേഹം ആ കിഴിയുമെടുത്ത് ഒരോട്ടം കൊടുത്തു. കുളിക്കാനിറങ്ങിയ ഉറിയമഠം ബ്രാഹ്മണൻ അതു കണ്ട് തൻ്റെ അവശതയെല്ലാം മറന്ന് കരയ്ക്കു കയറി പണക്കിഴി എടുത്ത് ആളുടെ പിന്നാലെയോടി. നടക്കാൻ പോലും വിഷമിച്ചിരുന്ന അദ്ദേഹത്തിന് ഓടാൻ കഴിഞ്ഞുവെന്നാൽ രോഗമെല്ലാം മാറി എന്നർത്ഥം. അപ്പോൾ ഒരു അശരീരി ഉണ്ടായത്രേ. ഉറിയമഠം സമാധാനിക്കൂ, അങ്ങയുടെ രോഗം മാറിയല്ലോ, അതായിരുന്നുവല്ലോ ഉദ്ദേശം. പണക്കിഴിയുമായി ഓടിയ ആൾക്ക് പ്രാർത്ഥിച്ച പോലെ ധനലാഭമുണ്ടായി. അങ്ങനെ രണ്ടാൾക്കും ഗുരുവായൂരപ്പൻ തങ്ങളുടെ പ്രാർത്ഥന സഫലമാക്കി കൊടുത്തു. രോഗവിമുക്തനായ ഉറിയമഠം തൻ്റെ പിശുക്കെല്ലാം അവസാനിപ്പിച്ച് ധാരാളം ദാനധർമാദികൾ ചെയ്യാൻ തുടങ്ങി. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നാം നമ്മുടെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനുമായി ആത്മാർത്ഥമായി പങ്കുവെക്കുന്നു എങ്കിൽ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാൻ എന്നും കൂടെയുണ്ടായിരിക്കും എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ വിശ്വസിച്ച് നാം ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും.